നമസ്കാരം. അച്ഛാ, നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് എന്തെങ്കിലും പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിന് മറുപടിയായിട്ട് കുഴഞ്ഞു മുറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു പാരഗ്രാഫ് കിട്ടുന്ന ആ ഒരു അവസ്ഥ. അത് ശരിക്കും നിരാശപ്പെടുത്തുന്ന ഒന്നല്ലേ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗനാവു നിങ്ങൾക്കുള്ളൊരു വിഷയമാണ്. ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ലാംഗ്വേജ് മോഡലുകളൊക്കെ ഒരു വലിയ ലൈബ്രറി പോലെയാണ്. അവിടെ ഒരുപാട് അറിവുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ആ ഒരു പുസ്തകം കൃത്യമായിട്ട് എടുത്തു തരാൻ പലപ്പോഴും അതിന് കഴിയാറില്ല. കിട്ടുന്ന മറുപടിയാണെങ്കിലോ ഒരു സംഭാഷണം പോലെയിരിക്കും. അത് നമ്മുടെ സിസ്റ്റങ്ങൾക്കൊന്നും നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഈ പ്രശ്നം പരിഹരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് സമയം പോകും. നമ്മുടെ ജോലിയുടെ വേഗതയൊക്കെ അതോടെ കുറയും. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ ചിന്താരീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ആ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. അതായത് വെറുതെ എഐയോട് ചോദ്യങ്ങൾ ചോദിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിന് കൃത്യമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. നമ്മളൊരു കാറിൻ്റെ ഡ്രൈവർ സീറ്റിലിരുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായി പറയുന്നില്ലേ? അതുപോലെ അങ്ങനെയാവുമ്പോൾ എഐക്ക് പിന്നെ വഴിതെറ്റില്ല. നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? നിങ്ങളൊരു പുതിയ ജോലിക്കാരന് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. വെറുതെ ഈ റിപ്പോർട്ടൊന്ന് നോക്കിക്കേ എന്ന് പറയുന്നതും ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ബുള്ളറ്റായിട്ട് എഴുതിത്താ എന്ന് പറയുന്നതും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്? രണ്ടാമത്തേതിൽ കിട്ടുന്ന റിസൾട്ട് എത്ര കൃത്യമായിരിക്കും, അല്ലേ? അതേ ലോജിക് തന്നെയാണ് പ്രോംപ്റ്റുകളുടെ കാര്യത്തിലും. അപ്പോൾ ഈ ഒരു പുതിയ ചിന്താരീതിയെ നമുക്ക് 3 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് തിരിക്കാം. 1. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറയുക. 2. അത് എങ്ങനെ വേണമെന്ന് പറയുക. 3. എന്തെങ്കിലും പരിമിതികളോ നിയമങ്ങളോ ഉണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിർദ്ദേശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് എഐ ചിലപ്പോഴൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എഐ വെറുതെ ഊഹിച്ചോരോന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും യാഥാർത്ഥ്യബോധത്തോടെയായിരിക്കണം. നമ്മൾ എത്ര നല്ല പ്രോംപ്റ്റ് കൊടുത്താലും ഈ ലാംഗ്വേജ് മോഡലുകൾക്ക് അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് വലിയ വലിയ കണക്കുകൾ കൂട്ടാനും പരസ്പരം ബന്ധമില്ലാത്ത ഡാറ്റയൊക്കെ അപഗ്രഥിക്കാനും അവ ഇപ്പോഴും കുറച്ച് പിന്നിലാണ്. പക്ഷേ ഭാഷയുമായി ബന്ധപ്പെട്ട എന്ത് ജോലിയും ചെയ്യാൻ അവ മിടുക്കരാണ്. ശരി, ഇനി നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മോശം പ്രോംപ്റ്റും ഒരു നല്ല പ്രോംപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ഇതാണ് ആ മോശം പ്രോംപ്റ്റ്. ഇത് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതെന്ന് നോക്കാം. കണ്ടെത്താവുന്ന എല്ലാ വിവരങ്ങളും എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? എന്ത് വിവരം? എങ്ങനെ? ഒരു വ്യക്തതയുമില്ല. ഇതിന് മറുപടിയായിട്ട് കിട്ടുന്നത് നീണ്ട, നമുക്ക് ഒരു പ്രയോജനവുമില്ലാത്ത വിവരങ്ങൾ കുത്തിനിറച്ച ഒരു പാരഗ്രാഫായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. ഇനി ഈ നല്ല പ്രോംപ്റ്റൊന്ന് നോക്കിക്കേ, എന്തൊരു വ്യത്യാസമാണെന്ന് കണ്ടോ? ഇതിൽ എന്തൊക്കെ ഡേറ്റയാണ് വേണ്ടത്, അവ ഏത് ഫോമാറ്റിലാണ് വേണ്ടത് എന്നെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ വിവരത്തിനും അതിൻ്റേതായ സ്ഥാനവും കൊടുത്തിരിക്കുന്നു. ക്ലിയറാണ്? ഒരു നല്ല പ്രോംപ്റ്റ് എങ്ങനെയാണ് ഔട്ട്പുട്ടിൻ്റെ എല്ലാ വശങ്ങളെയും നിർവചിക്കുന്നത് എന്ന് നോക്കൂ. ഓരോ ഫീൽഡിൻ്റെയും പേര്, അതിൽ വരേണ്ട ഡേറ്റയുടെ ടൈപ്പ്, ഇനി അഥവാ ആ ഡേറ്റ അവിടെ ഇല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് വരെ. അതെ, അതുപോലും നമ്മൾ മുൻകൂട്ടി ഇതിൽ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ പലപ്പോഴും അലങ്കോലമായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള ഡേറ്റയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. അതിനായി ചില അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ പരിചയപ്പെടാം. ചിലപ്പോൾ എഐ സ്വന്തമായി പുതിയ കാറ്റഗറികളൊക്കെ ഉണ്ടാക്കി നമ്മളെ കുഴപ്പത്തിലാക്കും. അത് തടയാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ മുൻകൂട്ടി പറഞ്ഞുകൊടുക്കുക. ഉദാഹരണത്തിന്, റിസ്ക് ലെവൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഉത്തരം ലോ, മീഡിയം അല്ലെങ്കിൽ ഹൈ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ആകാവൂ എന്ന് നമുക്ക് നിർബന്ധിക്കാം. അപ്പോൾ പിന്നെ വേറെയൊന്നും അതുണ്ടാക്കി പറയില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡേറ്റ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കൈകാര്യം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ സഹായിക്കും. സ്ഥിരതയുണ്ടാകും. നമ്മുടെ സിസ്റ്റങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോമേഷൻ വളരെ സ്മൂത്താകും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഏറ്റവും മികച്ച പ്രോംപ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ തവണയും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ പ്രോംപ്റ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താവും. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞതിനെല്ലാം കൂടി നമുക്ക് 3 സുവർണ്ണ നിയമങ്ങളായിട്ട് ചുരുക്കാം. ഒന്നാമത്തത്, എപ്പോഴും കൃത്യതയോടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക.
രണ്ടാമത്തത്, ഡാറ്റ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, എത്ര നല്ല പ്രോംപ്റ്റ് ആണെങ്കിലും കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴുമൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി, നിങ്ങളുടെ പ്രോംപ്റ്റുകൾ വളരെ ശക്തമാകും. ഈയൊരു ഉദ്ധരണി ഒരൊറ്റ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ AI ഉപയോഗിച്ച് എന്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന കഴിവ് നിങ്ങളുടെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. ലളിതമായി പറഞ്ഞാൽ, നല്ല പ്രോംപ്റ്റുകളില്ലാതെ നല്ല AI ആപ്ലിക്കേഷനുകൾ ഉണ്ടാകില്ല. അത്രയുള്ളൂ. അപ്പോൾ ഇനി എന്ത്? നിങ്ങൾക്കിപ്പോൾ AI-യുടെ കയ്യിൽ നിന്ന് കൃത്യമായ ചിട്ടപ്പെടുത്തിയ ഡേറ്റ എങ്ങനെ വാങ്ങാമെന്നറിയാം. ഈയൊരു പുതിയ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജോലിയിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റുകളിലെയോ ഏതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇനി ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധ്യതകൾ അനന്തമാണ്. നന്ദി.